ഹലോ, നമുക്ക് എന്തുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ക്യാപ്സിക്കം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴേ 2 മീഡിയം സൈസ് ഉള്ള സവാള സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലോട്ട് ബ്ലാക്ക് ടൈഗർ പ്രോൺസ് ആട്ടോ എടുത്തേക്കുന്നത് 500 ഗ്രാം. മീഡിയം സൈസ് തൊട്ട് കുറച്ച് വലിയ പ്രോൺസ് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എനിക്കൊന്ന് ചെറിയ കൊഞ്ച് എടുത്തു കഴിഞ്ഞാൽ, ചെമ്മീൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ കറിക്ക് ശരിയാവത്തില്ല. ഒരു മീഡിയം സൈസിൽ കുറച്ച് വലിയത് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്നിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട് ലൈറ്റായിട്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സവാള നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. അതിനുശേഷം കേട്ടോ നമ്മൾ മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ ആണ് ആഡ് ചെയ്യുന്നത്, മല്ലിപ്പൊടി. 2 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ഒരുപാട് സ്പൈസി അല്ലാത്തൊരു കറിയാണ് കേട്ടോ. നമുക്ക് പിള്ളേർക്കെല്ലാം കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കറി ലീവ്സും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇത് സോഫ്റ്റ് ആവട്ടെ തക്കാളി. ഇതിന്റെ മെയിൻ ചേരുവ പറയുന്നതേ ജീരകപ്പൊടി ആട്ടോ, ക്യുമിൻ പൗഡർ. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ആട്ടോ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഈ ജീരകപ്പൊടിയുടെയും ക്യാപ്സിക്കത്തിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, സൂപ്പർ ആട്ടോ. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. എന്നിട്ട് നമ്മൾ പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മസാല എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാട്ടോ വേവിക്കേണ്ടത്. ഈ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചില കേസിൽ കൊഞ്ചിന്ന് വെള്ളം വിടാറുണ്ട്. അങ്ങനെ വെള്ളം വിടുവാണെങ്കിൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേവിക്കണം. ഇല്ല, നമ്മളിത് ഒരുപാട് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാണ്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. വെള്ളം വിടുന്ന കേസിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് വേവിക്കുക. ഇന്ന് വെള്ളം വിട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിത് അടച്ചു വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഈ കൊഞ്ചിന് അധികം വേവില്ല കേട്ടോ. ഒരുപാട് വേവിച്ച് കഴിഞ്ഞല്ലേ, ഒരുപാട് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാണ്. നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫുൾ ക്യാപ്സിക്കം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ യെല്ലോയും ഗ്രീനും ഉള്ളത് കൊണ്ട് ഞാനത് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഈ കൊഞ്ച് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വാൽ സൈഡ് ഉണ്ടല്ലോ, വാൽ സൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് കട്ട് ചെയ്ത് വരുവേ. ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോരും. എക്സ്ട്രാ സ്പൈസി വേണ്ട ആൾക്കാർ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ തീർത്തും ഓപ്ഷനിലാട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ സ്പൈസി വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് ക്യാപ്സിക്കം മസാല റെഡിയായി. നമ്മുടെ വീട്ടിലൊക്കെ പാർട്ടിയൊക്കെ നടത്തുമ്പോഴേ നമുക്ക് പ്രോൺസ് ഒരു ഡിഷായിട്ട് വെക്കുകയും ചെയ്യണം. പക്ഷെ പ്രോൺസിന് ഇങ്ങനെ ടൈഗർ പ്രോൺസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ വില കൂടുതലാണ്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും 1 കിലോ പ്രോൺസിന് നമുക്ക് 2 വലിയ ക്യാപ്സിക്കം ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് കുറച്ച് അധികം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ പാർട്ടിയിൽ പ്രോൺസ് ഒരു ഡിഷായിട്ട് വെച്ചാൽ അതൊരു ഹൈലൈറ്റ് ആയിരിക്കും അത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ പാർട്ടിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മുടെ പ്രോൺസ് ക്യാപ്സിക്കം മസാല റെഡിയായി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.